പ്രൈസ് ദി ലോർഡ്. JCNDSD അഥവാ ജീസസ് ക്രൈസ്റ്റ് ന്യൂ ടെസ്റ്റമെന്റ് സാൽവേഷൻ ഡോക്ട്രിൻ എന്ന യൂട്യൂബ് ചാനലിലും JCNDSD ഫേസ്ബുക്ക് ഗ്രൂപ്പിലും ഞങ്ങളെ ശ്രവിക്കുന്ന ബഹുമാന്യ പ്രേക്ഷകർക്കും ശുശ്രൂഷയിലുള്ള കർത്താവിന്റെ ദാസന്മാർക്കും ദാസിമാർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനവും സ്നേഹവും ഈ രാത്രി ഞങ്ങൾ അറിയിക്കുന്നു. പതിവായി ബുധനാഴ്ചകളിലും ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക് നടത്തിവരുന്ന ലൈവ് പ്രോഗ്രാമുകളുടെ ഭാഗമായി കഴിഞ്ഞ 8-9 ആഴ്ചകളായി ഞങ്ങൾ ദൈവത്തിന്റെ ഏകത്വത്തെ സംബന്ധിച്ചും ദൈവസഭയിൽ അപ്പോസ്തലന്മാരാൽ യെരുശലേമിൽ നടത്തി വന്നിരുന്നതുമായ യഥാർത്ഥ സത്യസ്നാനത്തെ സംബന്ധിച്ചുമുള്ള ജനങ്ങളുടെ ഇടയിൽ ഉള്ള അനവധി ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയുണ്ടായി എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. ഞങ്ങളുടെ ഈ ഗ്രൂപ്പിൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഇതിനെ പ്രോത്സാഹിപ്പിച്ചും ഈ ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളെ താല്പര്യത്തോടെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ അകമഴിഞ്ഞ നന്ദി ഈ രാത്രിയിൽ ഞങ്ങൾ അറിയിക്കുകയാണ്. പ്രധാനമായും ദൈവസഭ എന്ന് പറയുന്ന യഥാർത്ഥമായ ദൈവത്തിന്റെ സത്യസഭ യെരുശലേമിൽ ഇന്നേക്ക് 2000 ചില്ലുവാനും വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധാത്മാവിനാൽ ആരംഭിക്കപ്പെട്ട നാളുകളിൽ ആദ്യത്തെ സഭ, മൂലസഭ അല്ലെങ്കിൽ ദ ഒറിജിനൽ സഭ, യെരുശലേമിൽ ഉണ്ടായിരുന്ന ആദ്യത്തെ സഭ ചെയ്തു വന്നിരുന്ന സ്നാനത്തെ സംബന്ധിച്ചും ആ സഭയുടെ സ്വഭാവ വിശേഷങ്ങളെ സംബന്ധിച്ചും ആ സഭ വിശ്വസിച്ചിരുന്ന ഏകദൈവത്തെ സംബന്ധിച്ചും ഒക്കെയുള്ള നിരവധി വീഡിയോകൾ നിങ്ങൾക്ക് ഈ ചാനലിൽ കാണാൻ കഴിയും. ഈ ചാനൽ JCNDSD എന്ന പേരിലുള്ള ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ഇതിൽ ഷെയർ ചെയ്തും ഇതിലുള്ള പ്രസംഗങ്ങൾ നിങ്ങൾ വാച്ച് ചെയ്തും വാസ്തവമായും നിങ്ങൾ ഒരു സത്യാന്വേഷിയാണെങ്കിൽ യഥാർത്ഥമായ ദൈവവചനത്തെ പഠിച്ച് ഗ്രഹിക്കുവാനുള്ള അവസരം നിങ്ങൾക്കുണ്ട് എന്നുള്ളത് കൂടി ഞങ്ങൾ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് ഏകദൈവ വിശ്വാസം പോലെ തന്നെ ദൈവസഭയിൽ ഉണ്ടായിരുന്ന സത്യസ്നാനം പോലെ തന്നെ അതിനൊപ്പമോ അതിലധികമോ പ്രാധാന്യമേറിയ ഒരു വിഷയമാണ് ഇന്ന് രാത്രി ഞങ്ങൾ ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം, ചെറിയ ചെറിയ ഇൻഡിപെൻഡന്റ് സഭകൾ തുടങ്ങി, പെന്റകോസ്റ്റൽ സഭകൾ തുടങ്ങി, പ്രൊട്ടസ്റ്റന്റ് സഭകൾ തുടങ്ങി, കത്തോലിക്ക സഭ വരെയുള്ള നീണ്ടുകിടക്കുന്ന സഭകളുടെ ഒരു വലിയ ശ്രേണി ഇന്ന് ലോകത്തിലുണ്ട്. ലോകത്തിൽ എല്ലായിടത്തും ഇത്തരത്തിലുള്ള സഭകൾ, ചെറുതും വലുതുമായ സഭകളുണ്ട്. ആ സഭകളെല്ലാം അതിൽ വിശ്വസിക്കുന്ന ചിലരെങ്കിലും തങ്ങളുടെ സഭയാണ് ശരി, അതാണ് സത്യസഭ എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. കഴിഞ്ഞ നാളുകളിൽ പലരോട് സംസാരിച്ചപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം, പലരും പറയുന്നത് ഞങ്ങളുടെ സഭ പഠിപ്പിക്കുന്നതാണ് ശരി, ഞങ്ങൾ അത് വിട്ട് മാറാൻ ഉദ്ദേശിക്കുന്നില്ല. സത്യമുണ്ടോ ശരിയുണ്ടോ എന്നുള്ളതല്ല, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത് ഞങ്ങളുടെ സഭയാണ് സത്യസഭ, അതാണ് ശരിയായിട്ടുള്ള ഉപദേശം. അതുകൊണ്ട് അതൊന്നും മാറി ചിന്തിക്കുന്നതിന്റെ ഒരു ആവശ്യകത ഇപ്പോഴില്ല. എന്നാൽ ബൈബിൾ പറയുന്ന എല്ലാറ്റിനെയും പരിശോധിക്കണം, നല്ലത് മുറുകെ പിടിക്കണം എന്നുള്ളത്. എന്നാൽ ഇന്ന് പലരും പല തുരുത്തുകളിലായിട്ട് കുടുങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയാണ്. അവർ പോകുന്ന സഭയോ ചിലപ്പോൾ അവരുടെ ദൈവദാസന്മാരുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരെ ഒരു ആവശ്യങ്ങളിൽ സഹായിക്കുന്നത് കൊണ്ടായിരിക്കാം. ഞാൻ ബാംഗ്ലൂരിൽ നമ്മുടെ ഒരു പ്രവർത്തനം തുടങ്ങുന്നതിനുമായി ബന്ധപ്പെട്ട് ഏകദൈവ വിശ്വാസികളായ ഏതാനും ആളുകളെ അവിടെ ജോലി ചെയ്യുകയും അവിടെ പഠിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അവിടെ പോകാനുള്ള ഒരു അവസരം ഉണ്ടായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നമുക്കറിയാം, നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരു ജിജോ എന്ന് പറയുന്ന ഒരു ദേവദാസൻ ഉണ്ടായിരുന്നു. അദ്ദേഹം റീസെന്റ് എന്നെ വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, നമുക്ക് അവിടെ ഒരു പ്രവർത്തനം തുടങ്ങണം, അപ്പൊ അതിന് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നമ്മുടെ അറിയാവുന്ന UPSCയിലും ഒക്കെയുള്ള ഏതാനും ദേവദാസന്മാരെ വിളിച്ച് അവരുടെ കണക്ഷനുള്ള ചിലരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവര് പറഞ്ഞത് അവരുടെ മക്കൾ പോകുന്നത് തൃത്വ സഭയാണ്, അവരവിടുന്ന് മാറാൻ സാധ്യതയില്ല, ഇവിടെ വരുമ്പോൾ അവർ UPSC പോകും, കാരണം അവർ വളരെ കെയറിങ് ആണ്. ഇതാണ് അവർ പറഞ്ഞൊരു കാര്യം. ഒരു അന്യദേശത്ത് വളരെ കെയറിങ് ആണ്. പാസ്റ്റർ വീട്ടിൽ വരും, അന്വേഷിക്കും, ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കും. അപ്പം കെയറിങ് എന്ന് പറയുന്ന ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അടിസ്ഥാന ഉപദേശങ്ങളെ ബലി കൊടുക്കുവാൻ അല്ലെങ്കിൽ അതിനെ തള്ളിക്കളയാൻ ഒരു മടിയില്ല. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. നമ്മള്
പലരോടും സത്യം പറയുമ്പോൾ അവരുടെ എല്ലാം ഏറ്റവും വലിയൊരു കൺസേൺ എന്ന് പറയുന്നത് അവർ പോകുന്ന സഭയിലെ പാസ്റ്റർക്ക് ബുദ്ധിമുട്ടാകും, നമ്മളോട് പോന്നു കഴിഞ്ഞാൽ പാസ്റ്റർ ഒറ്റയ്ക്കാവും, ഈ രക്ഷ ദൈവം വ്യക്തിപരമായി നൽകിയതാണെന്നും രക്ഷ ഓരോ വ്യക്തികളും വ്യക്തിപരമായി നേടിയെടുക്കേണ്ട സത്യമാണെന്നും അറിയാമായിരിക്കെ മാനുഷിക ബലഹീനതകളും ദൗർബല്യങ്ങളും മുൻനിർത്തി അനേകം ആളുകൾ സത്യം എന്തു തന്നെ ആയിക്കോട്ടെ, ഞങ്ങൾക്ക് ഇപ്പോഴുള്ള സംവിധാനം മതി, വരാനിരിക്കുന്ന കാലത്ത് സംഭവിക്കുന്ന കാര്യങ്ങളോ നരകമോ ഒക്കെ ആണെങ്കിലും അത് അന്നേരം സംഭവിക്കട്ടെ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങള് ജീവനുള്ള ദൈവത്തിന്റെ സത്യസഭ ഏതാണ്, അത് എവിടെയാണ് തുടങ്ങിയത്, അതിന്റെ ഉപദേശങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ സ്വഭാവം എന്തൊക്കെയാണ്, അതിലൊരു വ്യക്തി എങ്ങനെയാണ് ചേരുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ, ആ ദൈവസഭയിൽ ഉൾപ്പെട്ട് നിൽക്കുന്നതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്, ആ ദൈവസഭയിൽ നാം ഉൾപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടുന്ന മാറ്റവും പരിവർത്തനവും എന്തൊക്കെയാണ്, ഇങ്ങനെ അനവധി ചോദ്യങ്ങൾ ഈ സത്യസഭയുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ട്, ചോദ്യങ്ങൾ ചോദിക്കുവാനുണ്ട്. അപ്പോൾ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടത് ഇത്തരം വിഷയങ്ങളെ കൈകാര്യം ചെയ്തു വരുന്ന ഒരു ഗ്രൂപ്പ് എന്നുള്ള നിലയിൽ ഞങ്ങളുടെ സാമൂഹികമായ ബാധ്യത കൂടിയാണ് എന്നുള്ളത് ഞങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഇന്ന് രാത്രിയിൽ 4 ചോദ്യങ്ങൾ പ്രാരംഭമായി ഈ വിഷയത്തിൽ ഇന്ന് ഞങ്ങൾ തുടങ്ങി വെക്കുക. അപ്പോൾ എന്നോടൊപ്പം ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുവാനായിട്ട് ഇന്ന് സന്നിഹിതരായിട്ടുള്ളത് കൊച്ചിയിൽ നിന്നും ബഹുമാനപ്പെട്ട പാസ്റ്റർ KJ ജോയി അവർ, അതുപോലെ ദുബായിൽ നിന്നും ബ്രദർ വിൽസൺ ബെഞ്ചമിൻ, കൊട്ടാരക്കരയിൽ നിന്നും പാസ്റ്റർ M ബേബി, ഒപ്പം കായംകുളത്ത് നിന്ന് ബ്രദർ സൈമൺ ബെഞ്ചമിൻ, അവരോടൊപ്പം ഞാൻ നിങ്ങളുടെ ബ്രദർ ജോസ് വർഗീസ് കോട്ടയത്ത് നിന്നു. അപ്പോ പ്രാരംഭമായി ഞാൻ വിഷയം നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചത് കൊണ്ട് ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് ചോദ്യങ്ങളിലേക്ക് കടക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോ ഒന്നാമത്തെ ചോദ്യം പാസ്റ്റർ ബേബി അവരോടാണ്. ചോദ്യം എങ്ങനെയാണ്: എന്താണ് യേശുക്രിസ്തുവിനെ സഭയുടെ മൂലക്കല്ലെന്നും അപ്പസ്തോലന്മാരെ സഭയുടെ അടിസ്ഥാനമെന്നും വിളിക്കുവാനുള്ള കാരണം? ഇതാണ് എന്റെ ചോദ്യം. കർത്താവിന്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല ഒരു ചോദ്യം കർത്താവിന്റെ ദാസൻ ചോദിക്കുവാനിടയായി തീർന്നു. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരായ കർത്താവിന്റെ വിലയേറിയ ദാസന്മാർക്ക് ഏവർക്കും, ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള ഞങ്ങളുടെ സ്നേഹവും വന്ദനവും ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. ഇവിടെ എന്നോട് ചോദിച്ച ചോദ്യം, എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ മൂലക്കല്ലെന്നും അപ്പോസ്തലന്മാരെ അടിസ്ഥാനമെന്നും വിളിക്കുവാൻ കാരണം എന്നാണ് ചോദ്യം. അതിലെ കർത്താവ് തന്റെ ശിഷ്യന്മാരുമായിട്ട് സംസാരിക്കപ്പെട്ട ഒരു വിഷയത്തെ പ്രാരംഭമായിട്ട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യഭാഗത്തിൽ നമ്മൾ വായിക്കുന്നത്, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് നിന്നോട് പറയുന്നു എന്ന് പരിശുദ്ധനായ കർത്താവ് പത്രോസിനോട് സംസാരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. കർത്താവാണ് സഭയെ പണിയുന്നത്. ആ പണി ആരംഭിക്കുന്നത് കർത്താവാകുന്ന പാറമേലാകുന്നു എന്ന് അവിടെ വളരെ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഏതൊരു കെട്ടിടം പണിയണമെങ്കിലും അതതിൻ്റെ ശരിയായിട്ടുള്ള അടിസ്ഥാനത്തിലായിരിക്കണം അതിൻ്റെ പണി ആരംഭിക്കേണ്ടത്. ശരിയായിട്ടുള്ള അടിസ്ഥാനത്തിന്മേൽ പണിയാതിരുന്നാൽ ആ കെട്ടിടത്തിന് നിലനിൽപ്പില്ലാതെയായി തീരുമെന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ശരിയായ അടിസ്ഥാനത്തിന്മേൽ പണിയുകയാണെങ്കിൽ അതിന് നിലനിൽപ്പുണ്ടാകും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾക്ക് അതിനെ ജയിക്കുവാൻ കഴിയുകയില്ല എന്ന് പറയുകയും
യേശുക്രിസ്തുവാകുന്ന മൂലക്കല്ലിനെ സഭയുടെ മൂലക്കല്ലായും പ്രവാചകന്മാർ, അപ്പോസ്തലന്മാർ എന്നിവരെ അടിസ്ഥാനക്കല്ലായിട്ടും പണിയപ്പെട്ടിരിക്കുന്നതായിട്ട് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നു. യെശയ്യാവിന്റെ പ്രവചനം 28-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യഭാഗം നാം വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ കല്ലുമായി മൂലക്കല്ലും ആയി ഒരടിസ്ഥാനം ഇട്ടിരിക്കുന്നു. വിശ്വസിക്കുന്നവൻ ഓടിപ്പോകയില്ല എന്ന് യെശയ്യാവിലൂടെ കർത്താവ് സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുകയാണ്. അപ്പോൾ സിയോനിൽ ഇട്ടിരിക്കുന്ന കല്ല് അതൊരു മൂലക്കല്ലാണ്, അത് ശോധന ചെയ്തതാണ്, അത് വിലയേറിയ കല്ലാണ്, അടിസ്ഥാന കല്ലാണ് എന്ന് അവിടെ പ്രവാചകൻ പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. അത് കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഈ കല്ലിനെ കുറിച്ച് മറ്റ് പല പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. പ്രവാചക പുസ്തകങ്ങളിലും ലേഖന പുസ്തകങ്ങളിലും അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അടിസ്ഥാന കല്ല്, ജീവനുള്ള കല്ല്, തിരഞ്ഞെടുക്കപ്പെട്ട കല്ല്, പ്രധാന കല്ല്, ശിരസായ കല്ല്, ഇങ്ങനെ വിവിധ പേരുകളിൽ ഈ കല്ലിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതായിട്ട് പഠിക്കുവാനായിട്ട് കഴിയുന്നു. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 20 മുതൽ 22 വരെയുള്ളതായ വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ, ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ പണിതിരിക്കുന്നു. പിന്നീട് അവിടെ പറഞ്ഞിരിക്കുന്ന, അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് ക്രിസ്തുവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു എന്നാണ്. അതിന്റെ 22-ാമത്തെ വാക്യഭാഗത്തിൽ ഇങ്ങനെ പറയുന്നു, അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പണിതു വരുന്നു എന്നാണ് അവിടെ കാണാൻ കഴിയുന്നത്. അപ്പോ അപ്പോസ്തലന്മാരും ക്രിസ്തു മൂലക്കല്ലും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ പണിയപ്പെടുന്നതായ ആ കെട്ടിടത്തെ സംബന്ധിച്ച്, അഥവാ സഭയെ ഒരു കെട്ടിടത്തോട് ഉപമിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് ക്രിസ്തുവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു എന്നാണ്. ഓരോ ഉപകരണങ്ങളും അതതിൻ്റെതായ നിലകളിൽ യുക്തമായി ചേർന്നിട്ട് കെട്ടിടം പൂർണ്ണമാകണമെങ്കിൽ അത് അങ്ങനെ മാത്രമേ സാധ്യമാകൂ എന്നുള്ളതാണ് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. അത് ക്രിസ്തുവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു എന്ന് പറഞ്ഞ് അതിന്റെ 22-ാമത്തെ വാക്യഭാഗത്തിൽ പറയുന്നത്, അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പണിതു വരുന്നു എന്നാണ്. അപ്പൊ എഫെസോസിലുള്ളതായ സഭയെ കുറിച്ച് പറയുമ്പോൾ സഭയെയും അല്ലെങ്കിൽ ഭൂലോകത്തുള്ള സകല രക്ഷിക്കപ്പെട്ട ദൈവമക്കളെയും ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്നതാണ്. സ്തോത്രം. ദൈവത്തിന്റെ നിവാസം ആകേണ്ടതിന് വേണ്ടി നിങ്ങളെ ആത്മാവിൽ ഒന്നിച്ചു പണിതു വരുന്നു എന്നാണ് കർത്താവിന്റെ ദാസൻ ഓർമ്മപ്പെടുത്തുവാനിടയായി തീർന്നു. എഫേസ്യ ലേഖനം തന്നെ 3-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യഭാഗത്തിൽ നാം വായിക്കുന്നത്, അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിവായി വരുന്നു എന്നാണ്. സഭയുടെ പ്രവർത്തനം, സ്തോത്രം, കർത്താവിന്റെ ദാസൻ ഓർമ്മപ്പെടുത്തിയതുപോലെ 2000 വർഷങ്ങളുടെ പഴക്കമല്ല ആ സഭയ്ക്കുള്ളത് എന്ന് ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൽ അനാദി നിർണയപ്രകാരം സ്ഥാപിക്കപ്പെട്ട സഭ എന്നാണ് ആ ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്ന. അനാദി നിർണയം എന്ന് പറയുമ്പോൾ ആ കാലങ്ങളും യുഗങ്ങളും ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ കർത്താവ് ദൈവസഭ എന്ന് പറയുന്നതായ ഈ സഭയെ പണിയുവാൻ ഇടയായി തീർന്നത്, അഥവാ അവന്റെ അനാദി നിർണയത്തിലുള്ളതായ ഒരു സങ്കല്പമായിരുന്നു സഭയുടെ പ്രവർത്തനമെന്ന് ആ ഭാഗത്തിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണുവാൻ കഴിയുകയാണ്. അവന്റെ നിർണയപ്രകാരം സ്ഥാപിക്കപ്പെട്ടതാണ് ദൈവത്തിന്റെ സഭ. അതാണ് യഥാർത്ഥ സത്യസഭ എന്നും പഠിക്കുവാൻ കഴിയുന്നു. എഫേസ്യ ലേഖനത്തില്
1-ാം അധ്യായം 4-ാമത്തെ വാക്യഭാഗത്തിൽ നമ്മൾ വായിക്കുന്നത്, നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് സ്തോത്രം അവൻ ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തെരഞ്ഞെടുത്തു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ലോക സ്ഥാപനത്തിന് മുമ്പേ സഭയെ ദൈവം തെരഞ്ഞെടുക്കുവാനിടയായി തീർന്നു എന്ന് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നു. കാരണം അവിടെ പറഞ്ഞിരിക്കുന്നത്, നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരായിരിക്കണം, നിഷ്കളങ്കരായിരിക്കണം. അതിനുവേണ്ടിയാണ് ദൈവം ലോക സ്ഥാപനത്തിന് മുമ്പേ കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മെ തെരഞ്ഞെടുക്കുവാനിടയായി തീർന്നു എന്ന് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നു. കർത്താവിന്റെ സഭയ്ക്ക് 2000 വർഷത്തെ പഴക്കമല്ല ഉള്ളത്. ലോക സ്ഥാപനത്തിന് മുമ്പേ അവന്റെ അനാദി നിർണയത്താൽ അവൻ സ്ഥാപിക്കപ്പെട്ടതാണ് അവന്റെ സഭ. എന്നാൽ ലോകത്തിൽ അങ്ങനെ ഒരു സഭ സ്ഥാപിക്കപ്പെടുവാൻ ഇടയായി തീർന്നതിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അത് പെന്തക്കോസ്ത് നാളിലാണ്. സ്തോത്രം, ലോകത്തിൽ ഒരു സഭ സ്ഥാപിക്കപ്പെടുവാൻ ഇടയായി തീർന്നത് അത് AD 30 പെന്തക്കോസ്ത് നാളിൽ കർത്താവിന്റെ ദാസനായ പത്രോസ് അപ്പോസ്തലനിലൂടെ ആ പരിശുദ്ധാത്മ നിയോഗത്തോടെ ആ സഭയ്ക്ക് അടിസ്ഥാനപ്പെടുവാൻ ഇടയായി തീർന്നു എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. അങ്ങനെ പെന്തക്കോസ്ത് നാളിൽ അടിസ്ഥാനപ്പെട്ട് പണിതതായ സഭയെ സംബന്ധിച്ച് അതിന്റെ അടിസ്ഥാനം അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യഭാഗത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നിലയിലാണ് അതിന്റെ അടിസ്ഥാനം ഇടുവാനിടയായി തീർന്നത്. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ഇത് ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശമാണ് എന്ന് ദൈവവചനത്തിൽ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നു. ഇന്ന് അനേകരും സ്തോത്രം കർത്താവിന്റെ ദാസൻ ഓർമ്മപ്പെടുത്തിയതുപോലെ കത്തോലിക്ക മുതല് ഇങ്ങോട്ട് പെന്തക്കോസ്ത് സഭ വരെയുള്ളതായ വിവിധ സംഘടനകൾ, അനേക സംഘടനകൾ ഭൂമിയിൽ രൂപം കൊണ്ടിട്ടുണ്ട്. അവരൊക്കെ ഓരോ നിലകളിലുള്ളതായ ഉപദേശങ്ങൾ പഠിപ്പിക്കുന്നവരാണ്. സ്തോത്രം, അവരെല്ലാം പഠിപ്പിക്കുന്നത് യാഥാർത്ഥ്യങ്ങളാണ് എന്നുള്ളതായ അനുമാനത്തിലാണ് അവരെല്ലാം മുൻപോട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്, പെന്തക്കോസ്ത് നാളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ സ്തോത്രം കർത്താവിന്റെ ദാസനായ പത്രോസ് മുഖാന്തരമായിട്ട് സ്തോത്രം പ്രസ്താവിക്കപ്പെട്ടതായ അടിസ്ഥാന ഉപദേശമല്ലാതെ മറ്റൊന്നിടുവാൻ ലോകത്തിൽ ഒരുത്തരും കഴിയുകയില്ല എന്നാണ് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്നോ വെള്ളിയോ കല്ലോ മരമോ പുല്ലോ വൈക്കോലോ ഏതെങ്കിലും ഒക്കെ കൊണ്ട് പണിയുന്നുവെങ്കിൽ അവന്റെ പണി വെന്തുപോകുമെന്നാണ് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. സ്തോത്രം, ദൈവവചനത്തിന്റെ യഥാർത്ഥ സത്യം മനസ്സിലാക്കി സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നതായ വിശുദ്ധന്മാരെയാണ് കർത്താവിന്റെ സഭ എന്ന് പറയുവാൻ കഴിയുന്നു. കർത്താവിന്റെ വചനത്തിന്റെ വ്യവസ്ഥകൾ അംഗീകരിക്കാത്ത ഒരു വ്യക്തിയും മാനുഷികമായി പണിയപ്പെടുന്നതായ പണികളൊന്നും ദൈവസന്നിധിയിൽ നിലനിൽക്കുന്നതല്ല. സംഘടനകൾ കൊണ്ടുവരുന്ന ഉപദേശങ്ങൾ ഒന്നും ശരിയായിട്ടുള്ളതല്ല. സഭയ്ക്ക് ഏത് അടിസ്ഥാനത്തിലുള്ള ഉപദേശം നൽകിയോ ആ അടിസ്ഥാനം അംഗീകരിക്കാതെ തങ്ങൾക്ക് ബോധിച്ചതുപോലെയുള്ളതായ ഉപദേശങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ഇതാണ് വസ്തുത എന്ന് പറയുവാനും അത് സമർത്ഥിക്കുവാനും ശ്രമിക്കുന്നത് വളരെ അപകടകരമായിട്ടുള്ള ഒരു അനുഭവമാണ്. അങ്ങനെ പണിയപ്പെടുന്നതായ പണിയെ സംബന്ധിച്ച് കർത്താവ് പറഞ്ഞത്, ആ മണലിന്മേൽ വീട് പണിയുന്ന ബുദ്ധിശൂന്യനായ മനുഷ്യനോട് സമനാകും എന്നാണ്. ചെറിയ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, കാറ്റടിക്കുമ്പോൾ, മഴ പെയ്യുമ്പോൾ ആ വീടിന്മേൽ അത് അലയ്ക്കുകയും അതിന് വീഴ്ച ഭവിക്കുകയും ചെയ്യും. എന്നാൽ സ്തോത്രം, ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് പണിയുന്ന വീട് ഏത് പ്രതികൂല കാറ്റുകൾ അടിച്ചാലും അത് വീണു പോവുകയില്ല. അത് അടിസ്ഥാനം പാറമേലാകിയാൽ അത് നിലനിൽക്കും എന്നാണ് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. പ്രിയമുള്ള ശ്രോതാക്കളെ, ദൈവമക്കളെ, ഒരുപക്ഷെ ദൈവവചനത്തിന്റെ വസ്തുതകളെ മനസ്സിലാക്കാതെ
സംഘടനകളുടെ താല്പര്യപ്രകാരം പ്രവർത്തിച്ചു പോകുന്നതായ പ്രവർത്തകരോട്, ദൈവമക്കളോട്, സ്തോത്രം, അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, ദൈവവചനത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയണം. ദൈവസഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്ന അടിസ്ഥാന ഉപദേശം അംഗീകരിക്കാതെ ലോകത്തിന്റെ വഴികളിലൂടെ കടന്നു പോകുന്ന ഒരൊറ്റ വ്യക്തികൾക്കും ദൈവമില്ല എന്നാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിൽ കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല എന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. ദൈവമില്ല എന്നുള്ളത് മാത്രമല്ല, ഒരുപക്ഷെ കോടിക്കണക്കിന് ആളുകൾ ഞങ്ങൾ ദൈവരാജ്യത്തിൽ എത്തിച്ചേരുമെന്നുള്ള വ്യാമുഖത്തോടെ കടന്നു പോകുന്നുണ്ട്. പ്രിയമുള്ള ദൈവമക്കളെ, കർത്താവിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കാതെ അതിൽ കടന്നു പോകുന്ന ഒരൊറ്റ ഒരു വ്യക്തിക്കും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുകയില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന സത്യോപദേശത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കർത്താവിന്റെ വരവിനായിട്ട് പ്രത്യാശയോടെ കാത്തിരിക്കുവാൻ നമുക്ക് കഴിയുന്നു എങ്കിൽ ഇതാ നമ്മുടെ കർത്താവ് വരുവാൻ സമയമായിരിക്കുന്നു. അവന്റെ വരവെങ്കിൽ ലജ്ജ കൂടാതെ തിരുമുമ്പിൽ നിൽക്കുവാൻ ഓരോരുത്തരും ദൈവവചനത്തിന്റെ സത്യത്തെ ഗ്രഹിക്കുക. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യമാണ് സഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്ന അടിസ്ഥാന ഉപദേശം. അത് അംഗീകരിക്കുന്ന ഏത് സഭയോ അതാണ് സത്യസഭ, അതാണ് ദൈവത്തിന്റെ സഭ. ദൈവം എവരെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം എന്റെ അടുത്ത ചോദ്യം പാസ്റ്റർ ജോയ് ജോസഫിനോടാണ്. ദൈവത്തിന്റെ സത്യസഭയുടെ സ്വഭാവങ്ങളും അടയാളങ്ങളും എന്തെല്ലാമാണ് എന്നുള്ളതാണ്. കേൾവിക്കാരായിരിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും വീണ്ടും വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ചോദ്യം നിങ്ങൾ ശ്രവിച്ചു കാണുമല്ലോ. കർത്താവിന്റെ സഭയുടെ സ്വഭാവം, അടയാളം. ദൈവസഭയുടെ സ്വഭാവം എന്ന് പറയുന്നത് ഒന്നാമത് ഉള്ളത് മാനസാന്തരമാണ്. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കണമെന്ന്. മാനസാന്തരപ്പെടാത്ത ഒരുവൻ ദൈവസഭയുടെ അംഗമല്ല. മാനസാന്തരമാണ് അതിന്റെ സ്വഭാവം, യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെടുക എന്നുള്ളതാണ്. അപ്പോ മാനസാന്തരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ മനസ്സിന്റെ മാറ്റമാണ്. പഴയ ജീവിതം ഉപേക്ഷിച്ച്, അത് നമ്മുടെ ബൈബിൾ പറയുന്നത് അത് നമ്മുടെ രാഗമോഹങ്ങളോടുകൂടെ അത് ഉരിഞ്ഞു കളയണമെന്നാണ്, ഉപേക്ഷിച്ച് കളയണമെന്ന്. പണ്ട് നമ്മള് ഈ ലോകത്തിൽ ജനിച്ചപ്പോൾ നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് നമുക്ക് പാരമ്പര്യമായി കിട്ടിയ ആ സ്വഭാവം എന്തായിരുന്നുവോ അതിനെ ബൈബിൾ പറയുന്ന വ്യർത്ഥവും പിതൃപാരമ്പര്യമായ നിങ്ങളുടെ നടപ്പെന്ന. അപ്പൊ നമ്മുടെ പാരമ്പര്യമായി നമ്മുടെ അവകാശം എന്ന് പറയുന്നത്, അവകാശവും മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയ പാരമ്പര്യ അവകാശം വ്യർത്ഥവും പിതൃപാരമ്പര്യമായ വ്യർത്ഥമായിട്ടുള്ള നടപ്പ്, വ്യർത്ഥമായിട്ടുള്ള പ്രവൃത്തി, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പ്രവൃത്തി, അതിൽ നിന്ന് മനം തിരിയുക എന്നുള്ളതാ ദൈവസഭയുടെ സ്വഭാവം എന്ന് പറയുന്നത്. അത് അങ്ങനെയുള്ളവർക്ക് മാത്രമേ പരിശുദ്ധാത്മാവ് കിട്ടുള്ളൂ. പരിശുദ്ധാത്മാവ് കിട്ടാതെ ദൈവരാജ്യത്തിൽ പോകാൻ പറ്റില്ല. അപ്പം ദൈവസഭയുടെ സ്വഭാവം എന്ന് പറയുന്നത് മാനസാന്തരമാണ്. അതാണ് 38 അപ്പോസ്തല പ്രവൃത്തി 2:38. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് കിട്ടും. അപ്പൊ ഈ സ്നാനപ്പെട്ട ഇങ്ങനെ യേശുക്രിസ്തു നാമത്തിൽ സ്നാനപ്പെടുന്നവർക്ക് എന്തുണ്ടാവും? പരിശുദ്ധാത്മാവ് ഉണ്ടാവും. പരിശുദ്ധാത്മാവ് ഉള്ളതാണ് നമ്മുടെ അടയാളം, അത് വെളിയിൽ വരുന്ന അടയാളം. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഞാൻ 1-2 വാക്യങ്ങൾ വായിച്ച് ഞാൻ എൻ്റെ ഭാഗത്തൊന്ന് വിരമിക്കാൻ താല്പര്യപ്പെടുന്നു. ഞാൻ പറഞ്ഞുവല്ലോ, ഇവിടെ നമ്മുടെ ദൈവസഭയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ മാനസാന്തരം തന്നെയാണ്. നല്ല മാനസാന്തരം. എന്ന് പറഞ്ഞാൽ പഴയ നമ്മുടെ സ്വഭാവം, നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്വഭാവം, നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയ സ്വഭാവം, നമ്മുടെ കൂട്ടുകാരിൽ നിന്ന് കിട്ടിയ സ്വഭാവം, നമുക്ക് അവിടുന്ന് ഇവിടുന്നൊക്കെ കളഞ്ഞു കിട്ടിയ ഒത്തിരി സ്വഭാവങ്ങളുണ്ട്. അതെനിക്ക് മാറ്റാൻ കഴിയുകയെന്നും പറഞ്ഞുകൊണ്ട് വലിയ വീരവാദം മുഴക്കുന്ന മാന്യന്മാരൊക്കെ ഉണ്ട്. പക്ഷെ അത് മാറ്റിയേ പറ്റൂ. ഒരു ദൈവസഭയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ മാനസാന്തരമാണ്. ഇനി ഞാൻ ഗലാത്യ ലേഖനം 5:22 മുതലൊന്ന് വായിക്കാം.
ആത്മാവിന്റെ ഫലം ഞാൻ പറഞ്ഞല്ലോ, മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിനകത്ത് സ്നാനപ്പെട്ടാൽ പരിശുദ്ധാത്മാവ് കിട്ടും. പരിശുദ്ധാത്മാവ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിൽ ഉണ്ടാകുന്ന അടയാളങ്ങളുണ്ട്. ആ അടയാളങ്ങളിൽപ്പെട്ട ആത്മാവിന്റെ ഫലമാണ്. ആത്മാവിന്റെ ഫലം സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി യാതൊരു ന്യായപ്രമാണവും ഇല്ല. അടുത്തത്, ക്രിസ്തുവേശുവിലുള്ളവർ ജഡത്തെ എന്ന് പറഞ്ഞാൽ ജഡത്തിന്റെ സ്വഭാവം, എനിക്കത് മാറ്റാൻ കഴിയുകയില്ല. 10, 40, 50 വർഷമായി ഞാനത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാ. ഞാൻ അങ്ങനെ ശീലിച്ചു പോയി. അങ്ങനെ ശീലിച്ചു പോയ നിന്റെ സ്വഭാവം മാറ്റിയെങ്കിലേ നീ ദൈവസഭയുടെ അംഗമാവുള്ളൂ. അല്ലാതെ എനിക്ക് പാരമ്പര്യമായി ഞാൻ 40 വർഷമായി 50 വർഷമായി എനിക്കത് മാറ്റാൻ ഞാൻ ശ്രമിക്കാം. ജീവിതത്തിൽ നിനക്ക് ഒരിക്കലും അത് മാറ്റാൻ കഴിയുകയില്ല. ശ്രമിക്കാൻ തുടങ്ങിയാൽ അതൊരിക്കലും മാറ്റാൻ കഴിയുകയില്ല. കാരണം എന്താ? മാറ്റം എന്ന് പറഞ്ഞാൽ ആദ്യം മാനസാന്തരം ഹൃദയത്തിൽ വരണം. അങ്ങനെയുള്ളവർക്കാണ് അവരെ വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി യാതൊരു ന്യായപ്രമാണവും ഇല്ല. അടുത്തത്, ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കണം. അതാണ് അതിന്റെ അടയാളം. രാഗമോഹങ്ങളോടുകൂടി ഒത്തിരി ഈ ജഡത്തിന് ചില രാഗങ്ങളുണ്ട്. അതാണ് 40 വർഷമായിട്ട് എനിക്ക് മാറ്റാൻ കഴിയുകയെന്ന് പറയുന്നത്. 50 വർഷമായിട്ട് എനിക്കത് മാറ്റാൻ കഴിയുകയില്ല, ഞാൻ ശ്രമിക്കാമെന്ന് പറയുന്നത് എന്താണെന്നറിയാവോ? ആ രാഗമാണ് ജഡത്തിന്റെ രാഗം. നീ ജഡത്തിന്റെ രാഗം മാറ്റിയില്ലെങ്കിൽ ദൈവം നിന്നെ മാറ്റും. കാരണം എന്താ? രാഗം. അപ്പൊ ജഡത്തിന് എന്തുണ്ട്? ഒരു രാഗമുണ്ട്. എത്ര വർഷമായി കിട്ടി? അത് കുറച്ച് വർഷങ്ങളായി. അത് എവിടുന്ന് കിട്ടിയതാ? അത് പാരമ്പര്യമായിട്ട് കിട്ടിയതാ. അപ്പൊ ആ രാഗത്തെയും മോഹത്തെയും കർത്താവിന്റെ കാൽവറി ക്രൂശിനോടൊപ്പം ക്രൂശിക്കണം. രാഗമോഹത്തെ ക്രൂശിച്ചിരിക്കുന്നു. ആത്മാവിനാൽ നീ ജീവിക്കുന്നുവെങ്കിൽ, അടുത്തത്, ആത്മാവിനാൽ ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. നാം അന്യോന്യം പോരിന് വിളിച്ചും അന്യോന്യം അസൂയപ്പെട്ടും കൊണ്ട് വൃഥാഭിമാനികളാകരുത്. അപ്പോൾ എന്താ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്? ക്രിസ്തുവേശുവിനുള്ളവർ എങ്ങനെയുള്ളവരാ? പണ്ടത്തെ കുറച്ച് വർഷങ്ങളായി കിട്ടിയില്ലേ? ആ ജഡത്തെ, അതിന്റെ രാഗത്തെയും അതിന്റെ മോഹത്തെയും പൂർണ്ണമായി ഉപേക്ഷിച്ചിരിക്കുന്നവനായിരിക്കണം. ഏറെക്കുറെ കുറച്ച് മനസ്സിലായി കാണും എന്ന് ചിന്തിക്കുന്നു. ഒന്ന്, അതിന്റെ സ്വഭാവം മാനസാന്തരപ്പെടണം. അതിന്റെ അടയാളം ആത്മാവിന്റെ ഫലങ്ങളാണ്. ദൈവവചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ. തീർച്ചയായിട്ടും ദൈവസഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ, ക്രിസ്തുവിന്റെ മനോഭാവമുള്ളവരായിരിക്കണം ദൈവസഭയിലുള്ളത്. നിർഭാഗ്യവശാൽ നമുക്ക് ഇന്ന് അങ്ങനത്തെ ഒരു സഭ എന്നുള്ള നിലയിൽ പൂർണ്ണമായിട്ട് ഒരു കോൺഗ്രിഗേഷനിൽ കാണാൻ കഴിയില്ല. എങ്കിലും കർത്താവിന്റെ വരവിങ്കൽ ലോകത്തിൽ ആകമാനം ചിതറിക്കിടക്കുന്ന ക്രിസ്തുവിന്റെ മനോഭാവമുള്ള ആത്മാവിന്റെ ഫലമുള്ളവരെല്ലാം മേഘങ്ങളിൽ എടുത്തുകൊള്ളപ്പെടും. ഈ പ്രത്യാശയാണ് നമുക്കുള്ളത്. താങ്ക് യു പാസ്റ്റർ. അടുത്ത ചോദ്യം വിൽസൺ ബ്രദറിനോടാണ്. വിൽസൺ ബ്രദറിന്റെ ചോദ്യം ഇങ്ങനെയാണ്. കത്തോലിക്ക സഭ അവകാശപ്പെടുന്നത് കത്തോലിക്കരാണ് ദൈവസഭയെന്നും അത് അടിസ്ഥാനപ്പെട്ട് പണിതിരിക്കുന്നത് പത്രോസിന്റെ മേലാണെന്നുമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. മിക്കവാറും കത്തോലിക്കരെല്ലാം വിശ്വസിക്കുന്നതും അങ്ങനെയാണ്. പത്രോസ് നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ പള്ളി പണിയും എന്നൊക്കെയാണ്. പക്ഷെ ബൈബിള് വായിച്ചു നോക്കാതെയാണ്, അച്ഛൻ പറഞ്ഞു കേട്ടിട്ടോ പള്ളി പറയുന്നത് കേട്ടിട്ടോ ആളുകൾ ഇങ്ങനെ വായ്മൊഴിയായിട്ട് പറഞ്ഞു കേട്ടിട്ടോ ഒക്കെ അവർ വിചാരിച്ചേക്കുന്നത് പത്രോസിന്റെ പുറത്താണ് ഈ പള്ളി പണിതേക്കുന്നത്, സഭയുടെ അടിസ്ഥാനം പത്രോസാണ് എന്നൊരു വിചാരമുണ്ട്. അപ്പം അത് സംബന്ധിച്ചൊരു ശരിയായിട്ടുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ ആണ് നമുക്ക് ഇന്ന് ആവശ്യമായിട്ടുള്ളത്. കാരണം കത്തോലിക്കര് മാത്രമായിരിക്കില്ല, ഒരുപക്ഷെ എപ്പിസ്കോപ്പൽ സഭക്കാര് ഭൂരിപക്ഷം പേരും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും ആവശ്യം. കാരണം ഇവരുടെ എല്ലാം പ്രോപ്പർട്ടി ആണല്ലോ പത്രോസ്. അപ്പം അത് ഒന്ന് വ്യക്തമാക്കി തരാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ചോദ്യം ബ്രദർ വിൽസനെ കൊടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു മിശിഹായ്ക്ക് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ ദൈവിക വെളിപ്പാടുകളും കർത്താവിൽ കൂടെ വരുന്നത് കൊണ്ട് കർത്താവിനെ അതിയായി സ്തുതിക്കുന്നു. ഈ ഒരു ചോദ്യത്തിന് ദൈവം നമുക്ക് തരുന്ന ഉത്തരം വചനത്തിലുള്ളത് നമുക്കറിയാം. പത്രോസ് കർത്താവായ യേശു ക്രിസ്തു എപ്പോൾ
ഐഹിക ജീവിതത്തിൽ നേരിട്ടുവോ അതിൽ നിന്നും ഓടിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ പേടിയുള്ള ഒരു സൈമൺ ബാർ ജോന, അല്ലെങ്കിൽ ജോനയുടെ മകനായ ഷിമിയോൻ എന്ന ആ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഒരു സഭയുടെ ഒരു കല്ലായി, അല്ലെങ്കിൽ ആദ്യത്തെ കല്ലായി കർത്താവ് തെരഞ്ഞെടുത്തത് എന്ന് നമ്മൾ വചനത്തിൽ കാണുമ്പോൾ, ആ പെന്തക്കോസ് നാളിൽ പരിശുദ്ധാത്മാവ് പത്രോസിന്റെ മേളിൽ വരുമ്പോൾ പേടിത്തൊണ്ടനായ ആ പത്രോസ്, മുമ്പേ എല്ലാവരും പേടിത്തൊണ്ടനായി കണ്ടിരുന്ന ആ പത്രോസ് ഉടനെ എണീറ്റു നിന്ന് വളരെ ശക്തിയോടും ബലത്തോടും ആ ഒരു വചനത്തെ സംസാരിക്കുന്നത് ക്രിസ്തു എന്ന മൂലക്കല്ല്, അതായത് ക്രിസ്തു എന്ന ആത്മീയ പാറ ആ പത്രോസിൽ കൂടെ സംസാരിച്ചതാണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് കണ്ടാൽ അറിയാം. കർത്താവും അത് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലേക്കും കടന്നു പോകുമെന്ന്. പക്ഷേ ഈ റോമൻ കത്തോലിക്ക എന്ന് പറയുമ്പോൾ ആ റോം എന്ന സ്ഥലം അതിനെ അവിടെ കാണുന്നു എന്നുള്ള കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് ദൈവം അതിനകത്ത് തന്നിരിക്കുന്ന ഒരു ഫോർനോളജ് ആണ്. പക്ഷെ ആരും അതിനെ ഗവനിക്കുന്നില്ല. അതിനെ ചെറിയൊന്ന് റിസർച്ച് നടത്തിയാൽ മാത്രം നമുക്ക് അറിയാവുന്ന കാര്യമുള്ളൂ. ശരിയായ സഭ യെരുശലേം എന്ന നഗരത്തിൽ തുടങ്ങുന്നുവെങ്കിലും വചനത്തിനകത്ത് ദൈവസഭയെന്നും ക്രിസ്തുവിന്റെ മണവാട്ടിയെന്നും ക്രിസ്തുവിന്റെ ശരീരമെന്നും ക്രിസ്തുവിന്റെ സഭയെന്നും ഒക്കെ എല്ലാ റെഫറൻസ് കൊടുക്കുമ്പോഴും പ്രത്യേകിച്ച് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം അതിന്റെ 12-ാമത്തെ അധ്യായത്തിൽ അവിടെ പറയുന്നത്, പിന്നെ സിയോൻ പർവ്വതത്തിലുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരുശലേമിലും അതിൽ അനേകായിരം ദൂതന്മാരുടെ കൂടെ ആ സംഘത്തോടു കൂടെ സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭ. അപ്പോൾ അതൊരു സ്വർഗീയ സഭയാണ്. അത് ഒരു ഭൂമിയിലുള്ള സഭയല്ല. പുതിയ നിയമസഭ, യെരുശലേമിൽ തുടങ്ങിയ സഭ അതൊരു ആത്മീയ സഭയാണ്. അനേകായിരങ്ങൾ ദൂതന്മാരുടെ കൂടെ ആ സംഘത്തോടു കൂടെ സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന, ചില ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അതിനെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നു, അതിനെ എൻറോൾമെന്റ് എന്ന് പറയുന്നു. ഇവിടെ എല്ലാവരും ഒരു ഗവൺമെന്റ് രജിസ്റ്റേർഡ് സഭയോട് കൂടി ചേർന്ന് നടക്കാനാണ് ആഗ്രഹിക്കുന്നത്. അവിടെ പോയാലേ വിവാഹം കഴിക്കാനും പിള്ളേരുടെ കാര്യങ്ങളും ഒക്കെ എല്ലാം നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് നടക്കുന്ന, ഇവിടെ പറയുന്നു സ്വർഗീയ രജിസ്ട്രേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ ഈ സഭയുടെ ഒരു നേച്ചറെ മൊത്തം നമ്മൾ ഈ വചനത്തിൽ കാണുമ്പോൾ വ്യത്യാസമുള്ളതാണ്. പിന്നെ നമുക്ക് വേറൊരു കാര്യം നമുക്കറിയാം. പത്രോസിന്റെ മേളിൽ പറഞ്ഞാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെന്റ് പീറ്റേഴ്സ് ബിസിലിക്ക അവർ പണിഞ്ഞു വെച്ചിട്ടുണ്ട്. പത്രോസിന്റെ പേരിൽ അവിടെ പണിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിന്റെ താഴെ പത്രോസിന്റെ ശവം കിടപ്പുണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷേ സെന്റ് പീറ്റേഴ്സിന്റെ പേരിൽ ഒരു ബസിലിക്ക അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ സെന്റ് പീറ്റേഴ്സ്, സെന്റ് പോൾസ് എന്ന് പറഞ്ഞ പല സഭകൾ അവര് പല പള്ളികളുടെ പേര് അവര് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഈ പത്രോസ് നമുക്കറിയാം, നീറോ എന്ന ചക്രവർത്തി 64 AD നീറോ എന്ന ചക്രവർത്തിയാണ് പത്രോസിനെ എക്സിക്യൂട്ട് ചെയ്യുന്നതെന്നും അത് റോമിൽ തന്നെയാണ് അവിടെ പോയിട്ട് നടന്നിരിക്കുന്നതെന്നുമാണ് ഭൂരിപക്ഷം ആൾക്കാർ വിശ്വസിക്കുന്നത്. 60 മുതൽ 70 AD മധ്യത്തിൽ തന്നെയാണ് നീറോ എന്ന ചക്രവർത്തി അവിടെ ക്രിസ്ത്യാനികളെ ഉന്മൂലനം ചെയ്യുവാൻ വേണ്ടി സ്വന്തം നഗരത്തിൽ തീയിടുകയും ആ റോമൻ നഗരത്തെ നശിപ്പിക്കുവാൻ നോക്കുകയും ചെയ്യുന്നുള്ള ചരിത്ര യാഥാർത്ഥ്യമാണ്. അപ്പം അന്ന് ക്രിസ്തീയ സഭ പത്രോസ് ഒരു ബിഷപ്പായിട്ട്, റോമൻ കത്തോലിക്ക സഭയുടെ ഒരു ബിഷപ്പായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. പിന്നെ നമുക്കറിയാം, ഈവൻ 250 എംപറർ ഡേസിയസ് എന്ന് പറഞ്ഞ ഒരു എംപറർ ആണ് ഈ ഒരു പലവിധമായ പെർസിക്യൂഷൻ അവിടെ നടക്കുമ്പോൾ ക്രിസ്ത്യാനികളെ അവിടെ വളരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അദ്ദേഹം ആ ഒരു പേഗൻ റിലീജിയന്റെ കൂടെ അവരെയും കൂടെ അക്കോമഡേറ്റ് ചെയ്യാം എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയില് പല ക്രിസ്ത്യാനികളെയും മറ്റ് മതക്കാരെയും ഇന്റിഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം കൊണ്ടുവരുന്നത് ഏകദേശം ഒരു 250 AD അതുവരെ സഭ വളരെ ബുദ്ധിമുട്ടിയാണ് അവിടെ കഴിഞ്ഞിരുന്നതെന്നാണ് നമ്മൾ ചരിത്രത്തിൽ കാണുന്നത്. പിന്നെയും 290 ഡയോക്ലീഷ്യൻ എന്ന് പറഞ്ഞിട്ടൊരു ഒരു എംപറർ വരുമ്പോഴും ഈ പെർസിക്യൂഷൻ തുടരുന്നു. പക്ഷേ
കോൺസ്റ്റന്റൈൻ വരുമ്പോഴാണ് ഈ ഒരു വിശ്വാസത്തെ ഒരു മതമാക്കിയിട്ട് ആ ഒരു പുതിയൊരു സാമ്രാജ്യം ഉണ്ടാക്കുവാൻ നോക്കുവാൻ നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ കോൺസ്റ്റന്റൈൻ ആണ് ഇതിനെ ഒരു മതസഭയായിട്ട് അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ മതമായിട്ട് സ്വീകരിക്കുന്നത്. അപ്പം പത്രോസിന് എന്തെങ്കിലും ബന്ധം ഈ റോമൻ കത്തോലിക്ക സഭയുമായിട്ട് ഉണ്ടെന്ന് പറയുന്നത് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ന് നമ്മുടെ ഭരണത്തിലുള്ളവർക്ക് സംബന്ധം ഉണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ ഒരു നമുക്ക് മാറ്റി നിർത്താവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതിൽ ഒരു സത്യവുമില്ല. നമ്മൾ ഇച്ചിരി ഒരു അന്വേഷണം ചെയ്താൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യമേ ഉള്ളൂ. ഉത്തരം അതിനകത്തുണ്ടെന്ന് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു. തീർച്ചയായിട്ടും വളരെ വ്യക്തമാണ്. നമുക്കറിയാം കത്തോലിക്ക സഭ അതിന്റെ ഒഫീഷ്യൽ ഒരു ആരംഭം എന്ന് പറയുന്നത് നമുക്ക് നൈസിയൻ കൗൺസിലിലാണ് നമുക്കറിയാം. അപ്പം കത്തോലിക്ക സഭയുടെ സ്ഥാപനം സംബന്ധിച്ച് അവരുടെ ക്ലെയിം ഒരുപക്ഷെ ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാത്തലിക് ചർച്ചിന്റെ ഫൗണ്ടറായിട്ട് അവർക്ക് പത്രോസിനെ സ്ഥാപിക്കാൻ കഴിയും. പക്ഷെ പത്രോസ് ഈ കാര്യം അറിഞ്ഞ് തിരിച്ച് ചോദ്യം ചോദിക്കാനുള്ള ശേഷിയിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പത്രോസ് അത് ഡിനേ ചെയ്യുകയും ചെയ്യും. കാരണം പത്രോസ് പറയും സഭയുടെ അടിസ്ഥാനം ഞാനല്ല, സഭയുടെ അടിസ്ഥാനം യേശുക്രിസ്തു ആണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ വെളിപ്പാടാണെന്ന് പറയും. വളരെ വ്യക്തമായിട്ടാണ് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കത്തോലിക്കരുടെ ഒരു തെറ്റിദ്ധാരണയാണ് ഈ സഭ അവരുടെ സഭയാണ് ദൈവിക സഭയെന്നും അതാണ് അപ്പസ്തോലികമെന്നും അതാണ് കാത്തോലികമെന്നും അവർ വിശ്വസിക്കുന്നു. മാത്രമല്ല ബൈബിളിന്റെ ഒരു പൂർണ്ണമായ അവകാശവും അവരുടേതാണ് എന്നൊക്കെ അവർ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് അവരുടെ ചില പുരോഹിതന്മാരുടെ പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ അതിന് ആൻസറും ചെയ്തിട്ടുണ്ട്. അപ്പോ ഞങ്ങളെ കേൾവിക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റോമൻ കത്തോലിക്ക സഭ എന്ന് പറയുന്ന സംവിധാനം ആരംഭിച്ചത് റോമിലാണ്. എന്നാൽ ദൈവത്തിന്റെ സഭ ആരംഭിക്കപ്പെട്ടത് പെന്തക്കോസ്ത് നാളിൽ ജെറുസലേമിലാണ്. അപ്പൊ ആ സഭയാണ് പാതാള ഗോപുരങ്ങൾ ജയിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം സ്ഥാപിച്ച സഭ. എന്നാൽ ഇന്ന് ഓർമ്മപ്പെടുത്തിയതുപോലെ ഇന്ന് കാണുന്ന ഈ സഭകളൊക്കെ ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫേക്ക് കറൻസികളാണ്, ഫേക്ക് ചർച്ചസ് ആണ് എന്നുള്ളത് അറിയാതെ ഇരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വിരോധാഭാസം. ഉത്തരം വളരെ ശ്രദ്ധേയമായിരുന്നു. ഞാൻ അതിന് കർത്താവിന്റെ ദാസന് നന്ദി പറയുന്നു. അടുത്തതായിട്ട് ഫൈനലി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ബ്രദർ സൈമനാണ് ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ പോകുന്നത്. ചോദ്യം ഇതാണ്: ഏത് സഭയാണ് യഹൂദന്റെ ദേവാലയത്തിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടുണ്ടായ അല്ലെങ്കിൽ പകരം വന്ന സഭ? പല പേരുകളിൽ ധാരാളം സഭകൾ നമുക്ക് കാണാനുണ്ട്. ഏതാണ് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ സഭ എന്നുള്ളത്? നമ്മൾ പഴയ നിയമത്തിനകത്ത് കാണുന്നത് യഹൂദന്മാരുടെ സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പിൾ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണ് മറ്റേ അതിനകത്ത് യൂസ് ചെയ്തേക്കുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ പാറയുണ്ട്, കട്ടയുണ്ട്, തടിയുണ്ട്, അങ്ങനത്തെയൊക്കെ സാധനങ്ങളാണ്. നമ്മൾ കാണുന്ന ഇന്നത്തെ കാണുന്ന ബിൽഡിംഗ് ഉണ്ടാക്കുന്ന മെറ്റീരിയൽ വെച്ചാണ് ആ സഭ പണിയപ്പെട്ടത്. അതിനകത്ത് നമ്മൾ കാണുന്ന അതിവിശുദ്ധ സ്ഥലമുണ്ട്. അവിടാണ് ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങുന്നതും ആ ദൈവത്തിന്റെ ആത്മാവ് പുരോഹിതന്മാരോട് അവിടുന്ന് അവർക്ക് അതിന്റെ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവരോട് പറയുകയും അവർ വെളിയിൽ വന്നിട്ട് ആ മെസ്സേജ് ജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ള ഒരു സംവിധാനമായിരുന്നു നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നത്. പക്ഷേ നമ്മള് പുതിയ നിയമത്തിൽ വരുമ്പോഴത്തേക്ക് യോഹന്നാന്റെ സുവിശേഷം 2:19 മുതൽ 21 നമ്മൾ കാണുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ജീസസ് പറയുന്നത് പറഞ്ഞാൽ ഐ വിൽ ഡിസ്ട്രോയ് ദിസ് ടെമ്പിൾ എന്നാ പറയുന്നത്. ഞാൻ ഈ ആലയത്തിനെ നശിപ്പിക്കുക എന്നാ പറയുന്നത്. ഓക്കെ, ഇൻ 3 days ഐ വിൽ റേസ് ഇറ്റ് അപ്പ് എന്ന് പറഞ്ഞാൽ 3 ദിവസത്തിനാ ഞാൻ അതിനെ വീണ്ടും ഉണ്ടാക്കി എടുക്കും എന്നുള്ള ഒരു മെസ്സേജാണ്. അപ്പൊ അത് നമ്മൾ അതിനകത്ത് കാണുന്നുണ്ട്. അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, ബട്ട് ഹി സ്പേക്ക് ഓഫ് ദ ടെമ്പിൾ ഓഫ് ഹിസ് ബോഡി. അവന്റെ ശരീരത്തിനെ പറ്റിയാ പറഞ്ഞേക്കുന്നത്. അപ്പം അവന്റെ ശരീരമാണ് ഇനി ദൈവത്തിന്റെ ആത്മാവ്. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിന്റെ സർവ്വസമ്പൂർണ്ണ ദേഹരൂപമായി വസിക്കുന്നത് ക്രിസ്തുവിലാന്ന് പറയുമ്പം ആ ആലയത്തിന്റെ അവൻ കോർണർ സ്റ്റോൺ ആവുന്നതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ അവനാണ് അതിന്റെ തലയൻ. ഒരു ബിൽഡിങ്ങിനെ അപേക്ഷിച്ച് പറയുകയാണെങ്കിൽ ബിൽഡിങ്ങിന്റെ തല ഉണ്ടോ? ബിൽഡിങ്ങിന്റെ തല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർണർ സ്റ്റോൺ ആണ്. എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ആ ശരീരത്തിൽ വന്നേക്കുന്നത് എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ ബിഗിനിങ്. അതുകൊണ്ടാണ് അത് കോർണർ സ്റ്റോൺ ആവുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തി 2:38 മുതൽ
അവിടെ അപ്പോസ്തലന്മാര് അവിടെ സ്നാനപ്പെടുകയും അവർ പരിശുദ്ധാത്മാവ് ലഭിക്കുകയും അങ്ങനെ പരിശുദ്ധാത്മാവ് ലഭിച്ച അപ്പോസ്തലന്മാര് ഫൗണ്ടേഷൻ ആയി തീരുന്നത് എന്ന് പറഞ്ഞാൽ അവരാണ് ആദ്യമേ വന്ന് ഈ ശരീരത്തിലോട്ട് ചേരുന്നത്. ക്രിസ്തുവിന്റെ ശരീരത്തിലോട്ട് ചേരുന്ന ക്രിസ്തു അതിന്റെ തലയും അല്ലെങ്കിൽ കോർണർ സ്റ്റോൺ എന്നും പറയും. അല്ലെങ്കിൽ ഇവരാണ് അത് കഴിഞ്ഞിട്ടുള്ള ഫൗണ്ടേഷൻ വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ആദ്യമേ ആ ശരീരത്തിലെ ഭാഗമായി തീരുന്ന അവർ പരിശുദ്ധാത്മാവ് ലഭിച്ചവരായി തീരും. അപ്പം നമ്മൾ കാണുന്നത് കഴിഞ്ഞാൽ പഴയ നിയമത്തിലെ സഭ അല്ലെങ്കിൽ സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫിസിക്കൽ ഒരു ബിൽഡിംഗ് ആണ്. പക്ഷേ പുതിയ നിയമത്തിൽ വരുമ്പോഴത്തേക്ക് ചർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിന്റെ സ്പിരിച്വൽ ബോഡിയാണ്. ആ സ്പിരിച്വൽ ബോഡിയിലെ ഭാഗമാണെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കണം. ഓക്കെ, പരിശുദ്ധാത്മാവ് ലഭിച്ച് അത് നമ്മൾ കാണുന്ന ക്രിസ്തു ക്രൂശിൽ വെച്ച് മരിക്കുകയും അടുക്കപ്പെടുകയും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിൽ നിന്ന് പാസ് ചെയ്തില്ലെങ്കിൽ അങ്ങനെ ക്രിസ്തു ആത്മാവാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ ശരീരത്തിൽ നിന്ന് ആത്മീയ ശരീരത്തിലോട്ട് മാറുന്ന ആ സ്റ്റേറ്റിൽ നമ്മൾ സ്നാനപ്പെടുമ്പോൾ ഈ പ്രോസസ്സ് തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് പരിശുദ്ധാത്മാവ് ലഭിച്ച് ആത്മീയരായി തീരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിൽ മരിച്ച ആദത്തിന്റെ പാപം മുഖാന്തരം ആത്മാവിൽ മരിച്ച ആൾക്കാര് സ്നാനം മുഖാന്തരം പരിശുദ്ധാത്മാവിൽ ലഭിച്ച് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായി തീർന്ന ഈ പ്രോസസ്സാണ് പുതിയ നിയമത്തിലെ ട്രൂ ചർച്ച്. ആ ട്രൂ ചർച്ചിലോട്ടാണെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 2:38 പ്രകാരം പത്രോസ് പറഞ്ഞ, അതുകൊണ്ട് ആ പത്രോസിനെ പാറയാവുന്ന ഈ പാറമേൽ ഞാൻ സഭ പണിയുന്ന, അത് കേൾക്കാത്തവര് ആ സഭയുടെ അംഗമായി തീരാൻ സാധ്യതയില്ല. എന്താന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ ദാനം ലഭിക്കണമെങ്കിൽ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സഭകൾ നമ്മൾ കാണുന്നുണ്ട്. അതിനകത്ത് സെന്റ് പോൾസ് കാണുന്നുണ്ട്, സെന്റ് പീറ്റേഴ്സ് ചർച്ച് എന്ന് കാണുന്നുണ്ട്, സെന്റ് മേരീസ് ചർച്ച് എന്ന് കാണുന്നുണ്ട്, മർത്തോമ ചർച്ച്. അപ്പൊ ഇതെന്തുവാ? ഈ ഒരു ചർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിന്റെ ശരീരമാണെന്ന് നമ്മളിപ്പം മനസ്സിലാക്കി. അപ്പൊ ക്രിസ്തുവിന്റെ ശരീരത്തിന് നമുക്ക് ഏത് പേര് കൊടുക്കാനൊക്കും? ഇപ്പം ഇപ്പൊ എന്റെ ശരീരത്തിന് എന്റെ പേരല്ലേ കൊടുക്കാനൊക്കത്തുള്ളൂ. അപ്പം നമുക്ക് എന്റെ ശരീരത്തിന് വേണ്ടി ജോയ് പാസ്റ്ററിന്റെ പേര് കൊടുക്കാനൊക്കും? ഇല്ല, ഒക്കത്തില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇന്ന് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ചർച്ചുകൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് സെന്റ് തോമസ്, അപ്പൊ തോമസിന്റെ ശരീരമാണ്. ഓക്കെ, തോമസിന്റെ ശരീരമാണോ നമ്മളുടെ സഭ? അല്ല, ക്രിസ്തുവിന്റെ ശരീരമാണ്. അപ്പം എന്തുവാ നമ്മൾ കാണിച്ചു വെച്ചിരിക്കുന്നത്? സെന്റ് മേരീസ് ചർച്ച്. അപ്പൊ മേരിയുടെ ശരീരം. അപ്പൊ നമ്മള് ആക്ച്വലി ക്രിസ്തുവിന്റെ കൂട്ട് തന്നെ പല ശരീരങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കുക, എന്നിട്ട് ആ ശരീരത്തിന്റെ ഭാഗമായി തീരുക. അപ്പൊ ക്രിസ്തുവിന്റെ ശരീരമായിട്ട് ഇന്ന് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അപ്പം ഈ ഒരു കാര്യം മനസ്സിലാക്കുകയും യഥാർത്ഥ സഭയിൽ ചേരാനുള്ള ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ക്രിസ്തുവിന്റെ ആത്മാവ് ലഭിക്കണം. ക്രിസ്തുവിന്റെ ആത്മാവ് ലഭിക്കാൻ ഒരു മാർഗ്ഗമേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പെടണം. അപ്പം ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാതെ ആ സഭയിലും ആവത്തില്ല. അതുമല്ല, നിങ്ങൾ പോകുന്ന സഭ നിങ്ങൾ അന്വേഷിക്കുക, അതിന്റെ പേരെന്ത്? അതിന്റെ പേര് ദ ചർച്ച് ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ ആക്ച്വലി ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമല്ല. അപ്പൊ അത് മനസ്സിലാക്കുകയും യഥാർത്ഥ സഭയിൽ ചേരാൻ ഉള്ള ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, അത് വചനപ്രകാരം അത് കംപ്ലീറ്റ് ചെയ്യുക, എന്നിട്ട് ആ സഭയുടെ ആ യഥാർത്ഥ സഭയുടെ അംഗമായി തീരുക. ദൈവം അനുഗ്രഹിക്കട്ടെ. കേൾക്കുന്നില്ല? നല്ല ആശയമായിരുന്നു. നല്ല ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ല അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജ് ആയിരുന്നു, അല്ലെങ്കിൽ ചോദ്യത്തിന് ഉത്തരമായിരുന്നു. മാത്രമല്ല, നമ്മള് മത്തായിയുടെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിലാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. കർത്താവ് പറയാണ്, ദോ ആർട്ട് പീറ്റർ ആൻഡ് അപ്പോൺ ദിസ് റോക്ക് ഐ വിൽ ബിൽഡ് മൈ ചർച്ച് എന്ന്. പത്രോസ് നീ പാറയാകുന്നെന്ന് മലയാളത്തിലും പറഞ്ഞിട്ടില്ല. കത്തോലിക്കരത് പത്രോസ് നീ പാറയാകുന്നു, പത്രോസ് ആകുന്നു പറയാ. യു ആർ പീറ്റർ എന്നാ പറഞ്ഞത്. അവനെ ഒന്ന് ഉറപ്പിക്കണം. പെട്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ പാറയുടെ പീസ് എന്നാ, വലിയ പാറയല്ല. ക്രൈസ്റ്റ് ഇസ് ദ റോക്ക്. എന്താ പറയാ, എല്ലാ കാലത്തേക്കുമുള്ള യുഗങ്ങളിലെ പാറയാണ് ക്രിസ്തു. അപ്പം ഈ കത്തോലിക്കരായ ആളുകൾ ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, ദൈവം പത്രോസ് എന്ന മനുഷ്യന്റെ മേലെ അല്ല സഭ പണിതത്. കാരണം ഒരു സ്ത്രീയുടെ മുമ്പിൽ ചെന്നപ്പോഴത്തേനും യേശുവിനെ അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ ആ തള്ളിപ്പറഞ്ഞവന്റെ മേലല്ല യേശു തന്റെ സഭ പണിതത്. യേശു ക്രിസ്തു തന്റെ സഭ പണിതത് പത്രോസിന് ദൈവം നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് കൊടുത്ത ആ തിരിച്ചറിവുണ്ട്, ആ നോളജാണ്, ആ റെവലേഷനാണ്.
അതാണ് അപ്പോൺ ദിസ് റോക്ക് എന്ന് പറഞ്ഞത്. അപ്പൊ ആ വെളിപ്പാടിന്റെ മേലാണ് ദൈവത്തിന്റെ സഭ പണിയപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായി എനിക്ക് തോന്നുന്നത് ഈ ചോദ്യത്തിന്റെ 4 ചോദ്യങ്ങളും നമുക്ക് കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും ഈ ആഴ്ചയുടെ ഒടുവിലത്തെ ദിവസം ശനിയാഴ്ച വരുന്നതായിരിക്കും. എല്ലാ ഉത്തരങ്ങൾക്കുമായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തുടക്കത്തിൽ കുറച്ച് സമയം നമ്മൾ ബേബി പാസ്റ്റർ പറഞ്ഞെങ്കിലും ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. സഭ ലിറ്ററലി ജെറുസലേമിൽ ഏകദേശം 2000 വർഷം ആകുന്നുള്ളൂവെങ്കിലും ബേബി പാസ്റ്റർ പറഞ്ഞ കാര്യം കറക്റ്റാണ്. കാരണം ലോകസ്ഥാപനത്തിൽ വെച്ച് അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരുള്ളവരാണ് ദൈവസഭയിലുള്ളവര്. അതായത് മുൻ നിയമിച്ചവരെ മാത്രമാണ് അതിലേക്ക് കടന്നു വരാൻ കഴിയുകയുള്ളൂ. അവർക്ക് മാത്രമാണ് ജീവനുള്ള ദൈവത്തെ സംബന്ധിച്ചും ആ ദൈവം ക്രിസ്തുവാണെന്നുള്ളത് സംബന്ധിച്ചൊക്കെ വെളിപ്പാടുള്ളത്. അതുകൊണ്ട് ലോകസ്ഥാപനത്തിൽ വെച്ചുള്ള ഒരു വെളിപ്പാടാണ്. ആ വെളിപ്പാട് പ്രകാരമുള്ള ഒരു സഭയെ ദൈവം വെളിച്ചത്ത് കൊണ്ടുവരുന്നത്, ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് എന്നുള്ള നിലയിൽ ദൈവം കൊണ്ടുവരുന്നത് യേശുക്രിസ്തുവിന്റെ മരിച്ചടക്കം പുനരുത്ഥാനത്തിന്റെ ശേഷമുള്ള പെന്തക്കോസ്തിലാണ്. അത് പഴയ നിയമത്തിലെ അപ്പസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും പ്രകാരം പഴയ നിയമം മുതൽ മോശ തുടങ്ങിയുള്ള സകല പ്രവാചകന്മാരിലൂടെ ദൈവം സംസാരിച്ച കാര്യങ്ങളെ നിവർത്തിക്കുകയാണ് പത്രോസിന്റെ പ്രസംഗത്തിലൂടെ ചെയ്തത്. അതുകൊണ്ട് ബൈബിളിന്റെ സെൻട്രൽ ത്രെഡ് അല്ലെങ്കിൽ ടോട്ടൽ തീം എന്ന് പറഞ്ഞത് ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ എന്ന് പറയുന്നത്. ജീസസ് ക്രൈസ്റ്റ് സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ, റൈറ്റ് ഫ്രം ദ ഗാർഡൻ ഓഫ് ഏദൻ ടിൽ ദി എറ്റേണിറ്റി. യേശുക്രിസ്തു മാത്രമേ ദൈവമായിട്ടുള്ളൂ. യഥാർത്ഥ സത്യസഭയ്ക്ക് ഒരു ദൈവമേ ഉള്ളൂ. ആ സത്യസഭയിൽ ഒരു ട്രിനിറ്റിയോ ഒരു മറ്റൊരു ദൈവമോ ഇല്ല. അതും ബൈബിളിന്റെ അടിസ്ഥാന ഉപദേശമാണ്. തുറന്ന് ഇതുമായി ബന്ധപ്പെട്ട യഥാർത്ഥ സത്യസഭയുടെ ശരിയായ ഡോക്ട്രിനൽ വശങ്ങൾ, ഉപദേശ സംബന്ധമായ വിഷയങ്ങൾ കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ടതിന് വേണ്ടി ഞങ്ങൾ വീണ്ടും ഈ ആഴ്ചയുടെ ഒടുവിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഈ ഗ്രൂപ്പിൽ വീണ്ടും വരുമ്പോൾ ഞങ്ങൾ കേൾക്കുന്നവരോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, നിങ്ങൾ മുടങ്ങാതെ കൃത്യമായിട്ട് ഇത് കാണണം. ഇത് കാണുന്നത് നിങ്ങൾ കേവലം കണ്ടുപോകാതെ അത് പരിശോധിക്കണം. നിങ്ങൾ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭ ഇവിടെ സംസാരിക്കപ്പെട്ട തിരുവെഴുത്തുകളുടെ പ്രകാരമുള്ള സഭയാണോ? അല്ല എങ്കിൽ നിങ്ങൾ നഷ്ടപ്പെട്ടു പോകും. നിങ്ങൾ നഷ്ടപ്പെട്ടു പോകരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. JCNDSയുടെ പ്രവർത്തകന്മാരെന്നുള്ള നിലയിൽ ഞങ്ങളും അത് ആഗ്രഹിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും ദൈവം മനുഷ്യനെ ന്യായം വിധിക്കുമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. സോ ദൈവം മനുഷ്യനെ ന്യായം വിധിക്കുമ്പോൾ ദൈവം അത് കാത്തലിക് ചർച്ചിനെ കൊണ്ട് ആണ്, ഡോക്ട്രിൻ ഓഫ് കാത്തലിക് ചർച്ചാണ് ദൈവം ന്യായവിധിയുടെ പാരാമീറ്റർ ആയിട്ട് എടുക്കുന്നതെങ്കിൽ എല്ലാ ബാക്കിയുള്ള മുഴുവൻ സഭകളും തിരസ്കരിക്കപ്പെടും. ഇനി ഈസ്റ്റേൺ ഓർത്തഡോക്സോ അല്ലെങ്കിൽ യാക്കോബൈറ്റിന്റെയോ ഓർത്തഡോക്സിന്റെയോ CSIയുടെയോ മാർത്തോമയുടെയോ പെന്റെക്കോസ്റ്റൽസിന്റെയോ ഒരു ഉപദേശമാണ് ദൈവം ന്യായവിധിയുടെ ദിവസം അതിന്റെ മാനദണ്ഡത്തിലാണ് ന്യായം വിധിക്കാൻ പോകുന്നതെങ്കിൽ ബാക്കിയുള്ള എല്ലാ സഭകളിലും വിശ്വസിക്കുന്നവർ നഷ്ടപ്പെട്ടു പോകും. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് പറയട്ടെ, ദൈവം മനുഷ്യനെ ന്യായം വിധിക്കാൻ പോകുന്നത് മാറ്റമില്ലാത്ത വചനം ഒന്നുകൊണ്ട് മാത്രമായിരിക്കും. അതുകൊണ്ട് ബൈബിൾ എന്ന് പറയുന്ന അടിസ്ഥാനമാണ് ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശം. നിങ്ങൾ ജഡ്ജ് ചെയ്യപ്പെടാൻ പോകുന്നത് ഈ തിരുവെഴുത്തുകൾ നിങ്ങളുടെ ഉള്ളിൽ ജീവിക്കുന്നില്ലെങ്കിൽ, അത് പ്രകാരമുള്ളൊരു മരണമോ, അത് പ്രകാരമുള്ളൊരു പുനരുത്ഥാനമോ, അത് പ്രകാരമുള്ളൊരു മാനസാന്തരമോ, അത് പ്രകാരമുള്ളൊരു പുതിയ ജീവനോ നിങ്ങൾക്ക് ഇല്ല എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പാരമ്പര്യം, നിങ്ങളുടെ സഭകൾ, നിങ്ങൾ പോകുന്ന ഇടങ്ങൾ, അവിടെ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരായ ആളുകൾ, അച്ഛന്മാർ, ദേവദാസന്മാർ, ഇവരൊന്നും കടക്കയില്ല, നിങ്ങളും കടക്കയില്ല എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഇതാണ് ഞങ്ങൾക്ക് ഈ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങളോട് പറയുവാനുള്ളത്. നിങ്ങൾ മുടങ്ങാതെ തുടർമാനമായി ഈ ഗ്രൂപ്പിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കും. കാരണം നിങ്ങൾ വിചാരിക്കുന്ന, കാരണം ഞങ്ങൾ ഏതെങ്കിലും ഒരു ലോകപ്രകാരമുള്ള സഭയുടെ അതിലേക്ക് ആളെ കൂട്ടുവാൻ വേണ്ടിയല്ല. ഞങ്ങൾ ഏതെങ്കിലും ബ്രാൻഡഡ് ചർച്ചുകളുടെ റെപ്രസെന്റേറ്റീവ്സ് അല്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു പർപ്പസ് ഇല്ല. ഞങ്ങൾ അപ്പസ്തോലിക ഉപദേശം സത്യസന്ധമായി പഠിപ്പിക്കുക, സത്യത്തിലേക്ക് ആളുകളെ നടത്തുക എന്നുള്ള കാര്യം മാത്രമേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിൽ ഞങ്ങളുടെ സന്ദേശങ്ങൾ പുറകോട്ട് പോയി പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് രാത്രി ഞങ്ങൾക്ക് നിങ്ങളുടെ മുമ്പാകെ വരുവാൻ ഒരു അവസരം ഒരുക്കി തന്ന കർത്താവിനെ ഞങ്ങൾ കോടി സ്തോത്രം ചെയ്യുന്നു. ഈ പാനലിൽ സന്നിഹിതരായിരുന്ന വിലപ്പെട്ട മറുപടി ഈ ചോദ്യങ്ങൾക്ക് നൽകിയ കർത്താവിന്റെ ദാസൻ ബേബി പാസ്റ്റർ, പാസ്റ്റർ ജോയി കെ ജോസഫ്, ബ്രദർ വിൽസൺ ആൻഡ് ബ്രദർ സൈമൺ, നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോ ഞങ്ങൾ മറ്റ് ചോദ്യങ്ങളോ ഉത്തരങ്ങളോ ആരും പറയാനില്ല എങ്കിൽ നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അടുത്ത ആഴ്ച വീണ്ടും കണ്ടുമുട്ടുന്നിടം വരെ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.